അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 12ാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മൾ 11ാം പാഠത്തിൽ എന്താ പറഞ്ഞത്? ഹജ്ജത്തുൽ വിദാഇനെ കുറിച്ചും ഖുതുബത്തുൽ വിദാഇനെ കുറിച്ചുമായിരുന്നു അല്ലേ? ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനകളായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ആ ഒരു സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ ചാപ്റ്ററും തദ്രീബാത്തും നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതിലുണ്ടായിരുന്ന കുറച്ച് അറബി വാക്കുകൾ നിങ്ങൾ അതിന്റെ അർത്ഥം എഴുതിയിരുന്നോ? അത് എഴുതണം കേട്ടോ, കാരണം എക്സാമില് അത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് എക്സാമിന് മാത്രമാണോ? അല്ലല്ലേ, നമ്മളുടെ ജീവിതകാലത്തിനും വേണത് ഇസ്ലാം അല്ലെ? അതിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അല്ലാതെ എക്സാമിന് എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പഠിക്കുന്നത് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? പാഠം തുടങ്ങാം. പുണ്യ നബിയുടെ വഫാത്ത്. ഹിജ്റ 11ാം വർഷം സഫർ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു. എന്താണ്? നമ്മൾ കുറെ ഹിജ്റ പഠിച്ചിട്ടുണ്ടല്ലേ? അതിലുള്ള ഹിജ്റയിൽ 11ാം വർഷം, ഹിജ്റ 11ാം വർഷം സഫർ മാസം അവസാനത്തിൽ, ഒരു സഫർ മാസത്തിന്റെ അവസാനമൊക്കെ ആയപ്പോ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു. എന്ത് രോഗമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം. പള്ളിയിൽ എത്താൻ കഴിയാതെ വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. എന്താണ്? പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്താൻ കഴിയാതായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായിട്ട് നേതൃത്വം നിൽക്കാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് ഏൽപ്പിച്ചു. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തതിന്റെ സൂചനകളായിരുന്നു. ഇനി നോക്കൂ, രോഗാവസ്ഥയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വന്നു മിമ്പറിൽ കയറി പറഞ്ഞു. എന്താണ്? രോഗമുള്ളപ്പോ തന്നെ പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നമുക്ക് നോക്കാം. അല്ലാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കൽ ഉള്ളതോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. എന്താണ്? അള്ളാഹുവിന്റെ അടിമ, നമ്മൾ എന്താണ്? അള്ളാഹുവിന്റെ അടിമകളാണ് അല്ലേ? നമ്മൾ എന്തിനാണ് ഈ ലോകത്തിലുള്ളത്? അള്ളാഹുവിനെ സ്തുതി ചെയ്യാൻ അല്ലെ? അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലേ? അപ്പോ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു എന്ത് ചെയ്തു? ഒരു അനുവാദം നൽകി. എന്താണ് ആ അനുവാദം? ഇഹലോകമോ അതോ അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതോ തിരഞ്ഞെടുക്കാൻ. എന്നുവെച്ചാൽ ഇനിയും നബിക്ക് ഇവിടെ ജീവിക്കണോ അതോ അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതിൽ എന്താ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് പോകണോ അതോ നശിക്കുന്ന ഈ ലോകത്തിലേക്ക് നിൽക്കണോ? അപ്പൊ എന്ത് ചെയ്തു? നോക്കൂ, അടിമ അള്ളാഹുവിങ്കൽ ഉള്ളത് തിരഞ്ഞെടുത്തു. എന്താണ് അടിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലേ ഉദ്ദേശിക്കുന്നത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങളത് കേട്ടില്ലേ? അപ്പോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞോ? പറയണം. ഓക്കെ, എവിടെ കേൾക്കണേ? ഞാൻ പറയുമ്പോ മാത്രം അല്ല. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിങ്കൽ ഉള്ളത് തിരഞ്ഞെടുത്തു. എന്ന് വെച്ചാല് ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് അല്ലേ? രോഗം ബാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അപ്പൊ എന്താണ്? ഈ രോഗം ബാധിച്ചില്ലേ? എപ്പോ? ഹിജ്റ 11ാം വർഷം സഫർ മാസം അവസാനത്തിൽ അല്ലേ? ആ രോഗം ബാധിച്ചത് എവിടെയായിരുന്നു? മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ച് അല്ലേ?
എല്ലാ ഭാര്യമാരുടെയും അനുവാദ പ്രകാരം അലി ബിൻ അബി ത്വാലിബ്, ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്നിവരുടെ സഹായത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. എന്താണ്? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ? അലി ബിൻ അബി ത്വാലിബ്, പിന്നെ ഒരു കോമ, പിന്നെ ഫദ്ൽ ബിൻ അബ്ബാസ് അല്ലേ? എന്നിട്ട് എന്താണ്? റളിയല്ലാഹു അൻഹ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതോ റളിയല്ലാഹു അൻഹു എന്നാണ് എഴുതിയിരിക്കുന്നത്, അതോ റളിയല്ലാഹു അൻഹും, റളിയല്ലാഹു അൻഹുന്ന, റളിയല്ലാഹു അൻഹുമാ ആണോ എഴുതിയിട്ടുള്ളത്? നോക്കൂ. റളിയല്ലാഹു അൻഹുമാ എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. കാരണം എന്താ? ഇവിടെ രണ്ടാൾക്കാരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലിസാനിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നില്ലേ? എന്താണ്? ഹു, ഹുമാ, ഹും അല്ലേ? അപ്പൊ ഇവിടെ ഹുമ എന്ന് പറഞ്ഞിരുന്നോണ്ടാണ്. കാരണം രണ്ടാളുകളെയാണ് എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റളിയല്ലാഹു അൻഹുമാ എന്നാണ് എന്ത് പറയേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ. എന്നിവരുടെ സഹായത്തോടെ, ആരുടെ സഹായത്തോടെ? അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെയോ ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായത്തോടെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിച്ചു അല്ലേ? ആരുടെയൊക്കെ സമ്മതം എടുത്തിരുന്നു? ആരുടെ അനുവാദ പ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തിയത്? എല്ലാ ഭാര്യമാരുടെയും അനുവാദ പ്രകാരം അല്ലേ? എന്നിട്ട് നോക്കൂ, വഫാത്ത് ദിവസം അല്ലേ? വഫാത്താകുന്ന ആ ഒരു ദിവസം സുബഹി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വന്നു. എന്താണ്? സുബഹി നേരത്ത് എന്ത് ചെയ്തു? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തിൽ നിസ്കാരം നടക്കുകയായിരുന്നു. ആരുടെ ഇമാമത്തിലാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തിൽ നിസ്കാരം നടക്കുകയായിരുന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിൽ തുടർന്നു. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയ്യ. അപ്പോ ഇരുന്നിട്ട് എന്ത് ചെയ്തു? നിസ്കാരം തുടർന്നു. നിസ്കാര ശേഷം അവിടെ നിന്ന് പറഞ്ഞു, നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന് ശേഷം, നിസ്കാരത്തിലല്ല, നിസ്കാരത്തിന് ശേഷം നബി പറഞ്ഞു, എന്ത്? അല്ലാഹു ഹലാലാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹലാലാക്കിയിട്ടില്ല, അവൻ ഹറാമാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹറാമാക്കിയിട്ടുമില്ല. എന്താണ്? അല്ലാഹു ആണെന്ത്? ഹലാല് ആക്കിയതും ഹറാമാക്കിയതും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും ഹലാലാക്കിയിട്ടുമില്ല, ഹറാമാക്കിയിട്ടുമില്ല. അല്ലാഹു മാത്രമാണ് എന്ത്? ഹലാലാക്കിയതും ഹറാമാക്കിയതും. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഹലാൽ എന്നും ഏതൊക്കെ കാര്യങ്ങളാണ് ഹറാം എന്നും നമ്മളോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു ആണ് അല്ലേ? അടുത്ത് നോക്കൂ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പൂർവാഹന സമയം ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. എന്താണ്? റബീഉൽ അവ്വൽ 12 അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതും ആ ഒരു ദിവസമല്ലേ? റബീഉൽ അവ്വൽ 12 അല്ലേ? തിങ്കളാഴ്ച രാവിലെയാണല്ലേ? പക്ഷേ ഇത് എപ്പോഴാണ്? പൂർവാഹന സമയം എന്ന് വെച്ചാല് ഉച്ചക്ക്. ആ ഒരു സമയത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 63 വയസ്സായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? 63 വയസ്സ് അല്ലേ? എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? 23 വർഷം കൊണ്ടാണ് അല്ലേ? എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത്? എത്രാമത്തെ വയസ്സിലാണ്? നബിയുടെ 40ാം വയസ്സിലാണ് അല്ലേ? എന്നിട്ട് വഫാത്ത് എപ്പോഴാണ്? 63. അപ്പോ 40 + 23
63 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കപ്പെട്ടത് മുതൽ വഫാത്ത് വരെ എന്താണ് ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണല്ലേ ഉണ്ടായി വരുന്നത്. ഇനി നമുക്ക് നോക്കാം ബാക്കി എന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സഹാബികളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാന്ത്വനപ്പെടുത്തി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടില്ല അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് പരിഭ്രമിച്ച കുറച്ച് സഹാബികളുണ്ടായിരുന്നു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സാന്ത്വനപ്പെടുത്തി. എങ്ങനെ നമുക്ക് നോക്കാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. എന്താണ് അതിന്റെ അർത്ഥം? ആ ബ്രാക്കറ്റിൽ എഴുതിയതാട്ടോ. അതിന്റെ അർത്ഥം നോക്കൂ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വാർത്ത കേട്ട പരിഭ്രമിച്ച സഹാബികളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാന്ത്വനപ്പെടുത്തി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെന്ന് വാർത്ത കേട്ട സഹാബികൾ പരിഭ്രമിച്ചു പോയി അല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോ എന്തായി? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സാന്ത്വനപ്പെടുത്തി. എങ്ങനെ നമുക്ക് നോക്കാം. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് നോക്കാം. അബ്രാക്കിൽ എഴുതാട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ഖുർആൻ വചനം അവരെ കേൾപ്പിച്ചു. അതൊരു ഖുർആൻ വചനമാണ് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി ഒരു നബിയാണ്, ഒരു പ്രവാചകനാണ്. നബിയുടെ മുൻപേ കുറേ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? അടുത്തെന്താ? അദ്ദേഹം അവരോട് പറഞ്ഞു, من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإن الله حي لا يموت. എന്താണ് അതിന്റെ അർത്ഥം? ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയം അള്ളാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവനാണ്. എന്താണ്? ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നബി വഫാത്തായിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? നിശ്ചയം അള്ളാഹു എന്നെന്നും മരിക്കാതെ ജീവിക്കുന്നവരാണ് അല്ലേ? അതോടെ ജനങ്ങൾ ശാന്തരായി. എന്താണ്? അപ്പോ ജനങ്ങൾക്ക് ഒരു ആശ്വാസം അല്ലേ? അടുത്തെന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ഷരീഫയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ഷരീഫ അല്ലേ? അതിലാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. നബിയുടെ ഖബർ സിയാറ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ. ഓക്കെ, എന്താണ്? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ അടക്കിയിട്ടുള്ളത്? റൗള ഷരീഫിലാണല്ലേ? എവിടെയാണ്? പച്ച കുപ്പയുടെ താഴെ അല്ലേ? അള്ളാഹു നമുക്ക് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത് 1. ഉത്തരം പറയുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിച്ചു. എപ്പോഴാണ്? ഹിജ്റ 11-ാം വർഷം സഫർ മാസം അവസാനത്തിൽ. 2. രോഗാവസ്ഥയിൽ പള്ളിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ത്?
എന്താണ് പറഞ്ഞത്? അള്ളാഹു അവന്റെ അടിമക്ക് ഇഹലോകമോ അവന്റെ അടുക്കൽ ഉള്ളതോ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകി. അടിമ അള്ളാഹുവിങ്കൽ ഉള്ളത് തിരഞ്ഞെടുത്തു. 3. ആരുടെ സഹായത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ ബീവിയുടെ അടുത്തെത്തിയത്? ഉത്തരം അലി ഇബ്നു അബി ത്വാലിബ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ സഹായത്തോടെ. 4. വഫാത്ത് ദിവസം നിസ്കാര ശേഷം അവിടുന്ന് പറഞ്ഞു, എന്ത്? അള്ളാഹു ഹലാലാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹലാലാക്കിയിട്ടില്ല, അവൻ ഹറാമാക്കിയതല്ലാതെ ഞാൻ ഒന്നും ഹറാമാക്കിയിട്ടുമില്ല. 5. പരിഭ്രമിച്ചിരുന്ന ജനങ്ങൾ സമാധാനപ്പെടുത്തിയത് ആര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്ന എവിടെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറത്തു ഷരീഫയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ നിലകൊള്ളുന്നത്. 2. പൂരിപ്പിക്കാം. 1. മൻ കാന യഅബുദു ഡാഷ് ലാ യമൂത്ത്. എന്താണ്? من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإن الله حي لا يموت. പിന്നെയോ 2. റബീഉൽ അവ്വൽ ഡാഷ് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പൂർവാഹന സമയം ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 3. രോഗം ബാധിക്കുമ്പോൾ ഡാഷ് വീട്ടിലായിരുന്നു. രോഗം ബാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. 3. താഴെ പറയുന്ന കാര്യങ്ങൾക്കുള്ള സൂചനകൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോ 1 എന്താണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പക്വതയാർന്ന നേതൃത്വത്തിന് ഒരു ഉദാഹരണം. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സഹാബികളെ സാന്ത്വനപ്പെടുത്തി. നമുക്ക് നോക്കാം അടുത്തെന്താ? 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീർഘവീക്ഷണം ഏതാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന ദിവസം ജനങ്ങൾക്ക് പല സൂചനകളും നൽകി, അല്ലേ? 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖലീഫയാകാൻ ഏറ്റവും യോഗ്യൻ അബൂബക്കർ റളിയല്ലാഹു തന്നെയായിരുന്നു. പല ഭാഗത്തു നിന്നും അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ്? ഉത്തരം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചപ്പോൾ ഇമാമത്ത് നിൽക്കാൻ അബൂബക്കർ റളിയല്ലാഹു തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചു, അല്ലേ? അതൊരു ഉദാഹരണമാണ്, അല്ലേ? ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.